നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അധികം ആളുകളും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പല ആളുകളും നേരിടുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആ ഒരു പ്രശ്നം, അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ മുഴുവനായിട്ട് കാണണം, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചേഞ്ച് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ. പല ആളുകളും പുതിയൊരു നമ്പർ എടുത്ത് അതിലേക്ക് വാട്സപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പുതിയൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഓരോ മെസ്സേജ് അയക്കും. എടാ, ഞാൻ ഈ നമ്പർ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് സേവ് ചെയ്യണേ, എൻ്റെ പഴയ നമ്പർ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കും. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പിനകത്ത് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ മാറി എന്ന വിവരം എല്ലാവരോടും വിളിച്ച് പറയേണ്ട, അവർക്ക് മനസ്സിലാവും. അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും, ഈ ഒരാൾ നമ്പർ മാറ്റിയിട്ടുണ്ട്, അയാളുടെ പുതിയ നമ്പർ ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ വാട്സപ്പിനകത്ത് വന്ന് ആ സെറ്റിങ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചേഞ്ച് നമ്പർ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ സാധിക്കുന്നത് ചേഞ്ച് യുവർ ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഒരു സിമ്മിൽ നിന്ന് മറ്റൊരു സിമ്മിലേക്ക് മാറ്റാൻ, അതായത് നമ്പർ വാട്സപ്പ് മാറ്റാനാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ നമ്പർ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നിലവിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ഓൾഡ് നമ്പർ, അതായത് നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഇവിടെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാകും. രണ്ടാമത്തെ നമ്പർ ഇനി ഏത് നമ്പറിലേക്കാണോ നിങ്ങളുടെ വാട്സപ്പ് മാറ്റുന്നതെന്നാണ് ആ നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഈ നമ്പർ ഏറ്റവും മുകളിൽ കാണാം, യു ആർ അബൌട്ട് ടു ചേഞ്ച് യുവർ നമ്പർ ഫ്രം എന്ന് കാണിച്ചിട്ടൊരു നമ്പറുണ്ട്, നമ്മുടെ നമ്പറാണ്. അത് ടു എന്ന് കാണിച്ചിട്ട് മറ്റൊരു നമ്പറിലേക്ക്, അതായത് ഈ നമ്പറിലുള്ള വാട്സപ്പ് ടോട്ടലി നമുക്ക് ഈ രണ്ടാമത്തെ നമ്പറിലേക്ക് ചാറ്റ് മാറ്റുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു ഓപ്ഷനാണ് പുതുതായിട്ട് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫൈ കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മുടെ കോൺടാക്റ്റിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ നോട്ടിഫിക്കേഷൻ പോകും. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓൾ കോൺടാക്ട്സ്, നമ്മുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ വ്യക്തികൾക്കും ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പോകണമെങ്കിൽ ഓൾ കോൺടാക്ട്സ് എന്ന് വെക്കുക. ഏറ്റവും നല്ലത് ഓൾ കോൺടാക്ട്സിൽ വെക്കുന്നതാണ്. ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന കോൺടാക്റ്റുകളുണ്ടെങ്കിൽ അത് മാത്രമാണെങ്കിൽ രണ്ടാമത്തെ സെലക്ട് ചെയ്യുക. കോൺടാക്റ്റ് ഐ ഹാവ് ചാറ്റ് വിത്ത് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ചാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ കാണിക്കുന്നതാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ കസ്റ്റമർ, നമുക്ക് പ്രത്യേകിച്ച് ചില വ്യക്തികൾക്ക് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എല്ലാ വ്യക്തികളെയും അറിയിക്കേണ്ട, ചില വ്യക്തികളെ മാത്രം അറിയിച്ചാൽ മതിയെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്ന് വ്യക്തികളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളിവിടെ മുകളിൽ മാറ്റുന്നതനുസരിച്ച് താഴെ ഭാഗത്ത് എണ്ണം മാറുന്ന കാണാം. ഞാൻ ഓൾ സെലക്ട് കൊടുത്തപ്പോൾ 553 കോൺടാക്ട്സിലേക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ പോകും. രണ്ടാമത്തെ ഞാൻ സ്ഥിരമായി ചാറ്റ് ചെയ്യുന്ന വ്യക്തികളത് 235 പേരുടേത് പോകും. ഇത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അതിൻ്റെ മെസ്സേജ് പോകും. ഗ്രൂപ്പിൽ ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ മെസ്സേജ് പോകും. അപ്പോൾ നമ്മുടെ നമ്പർ ഗ്രൂപ്പിൽ ഒക്കെ ഉള്ള ആളുകളൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, മൊത്തത്തിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ കോൺടാക്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഗ്രൂപ്പും വ്യക്തികളെല്ലാം നോട്ടിഫിക്കേഷൻ പോകും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.